ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ റെസിപ്പി ആയിട്ടാണ്. നല്ല സ്പൈസിയും ടേസ്റ്റും ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം കനം കുറച്ച് വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയിൽ മുറിച്ചെടുക്കരുത്, ഇതുപോലെ കനം കുറച്ച് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിലോട്ടൊരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസ് എല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാനായിട്ട്, കരിഞ്ഞു പോകരുത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ എണ്ണയിൽ ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായി തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ പൊട്ടറ്റോ കഷ്ണങ്ങളെല്ലാം പാനിലോട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആവറായിട്ടുണ്ട്. തുറന്നു നോക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ടിത് വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. ഇത് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ ഇതൊരു 4 മിനിറ്റ് ആവറായിട്ടുണ്ട്. തുറന്നു നോക്കുകയാണ്. കണ്ടോ, പൊട്ടറ്റോ ഫ്രൈ നല്ല ഡ്രൈ ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. പൊട്ടറ്റോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ സ്പൈസി ആൻഡ് ടേസ്റ്റി പൊട്ടറ്റോ ഫ്രൈ റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നല്ലൊരു നോൺ വെജ് ടേസ്റ്റിലുള്ള പൊട്ടറ്റോ ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചോറിനൊപ്പം മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, ദോശ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം. എല്ലാവർക്കും എൻ്റെ സ്പൈസി ആൻഡ് ടേസ്റ്റി പൊട്ടറ്റോ ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.